വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിലെ പുത്തൻ തലമുറയെ ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റാനുള്ള ശ്രമം പോയ വർഷം നല്ല വാർത്തയിലൂടെയാണ് മലയാളികൾ തിരിച്ചറിഞ്ഞത്. സൈനിക സ്കൂൾ പ്രവേശനത്തിന് തയ്യാറെടുത്ത 24 പേരിൽ 7 പേർ വിജയം ചൂടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് രണ്ടാം വർഷ പ്രവർത്തനങ്ങൾ. ഇക്കുറി സവിശേഷതകൾ ഏറെയാണ്. പോയ വർഷം സൈനിക സ്കൂൾ പ്രവേശനം മാത്രമായി ലക്ഷ്യം വെച്ച് ആൺകുട്ടികൾക്കാണ് പരിശീലനം നൽകിയതെങ്കിൽ ഇക്കുറി നവോദയ വിദ്യാഭ്യാസം കൂടി മുന്നിൽ കണ്ട് പെൺകുട്ടികളെയും ക്ലാസ്സിലെത്തിക്കുന്നുണ്ട്. അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ നിന്നായി 58 പെൺകുട്ടികളും 42 ആൺകുട്ടികളും. ഏപ്രിൽ വരെ നീളുന്ന ക്യാമ്പിന്റെ ആകെ ചെലവ് 60 ലക്ഷം രൂപയാണ്. 80% വഹിക്കുന്നത് 1991 കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നിന്നും 12ാം തരം വിജയിച്ച പൂർവ്വ വിദ്യാർത്ഥികളോ അവരുടെ ശ്രമഫലമായി സ്വരുക്കൂട്ടിയതുമാണ്. അവശേഷിക്കുന്ന 20% തുക പട്ടികജാതി വികസന വകുപ്പ് വഹിക്കും. എഴുത്തിലും വായനയിലും പിന്നിൽ നിൽക്കുന്നവർ, കണക്കിന്റെ രസക്കൂട്ടുകളുമായി അകലം പാലിച്ചവർ, ഗോത്രഭാഷാ ജീവിതത്തിൽ മലയാളം പോലും നന്നായി മനസ്സിലാക്കിയിട്ടില്ലാത്തവർ, പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ചവർ, ആശയവിനിമയത്തിന് തയ്യാറാകാതെ പിൻബഞ്ചിലേക്ക് മാറിയിരുന്നവർ, അത്തരക്കാരുടെയെല്ലാം ഒരു ആകത്തുകയാണ് ഈ 100 പേർ. ശനി ഞായർ ദിവസങ്ങളിലെ ചിട്ടയായ പരിശീലനത്തിലൂടെ അവരെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യം. കണക്ക് കൂട്ടിയും എഴുത്തിലും വായനയിലും മുന്നേറിയും ആശയവിനിമയത്തിന് ആത്മവിശ്വാസം നേടിയും കുട്ടികൾ മുഖ്യധാരയിലേക്ക് പിച്ചവെച്ചു തുടങ്ങിയിരിക്കുന്നു. അച്ചടക്കത്തിന്റെയും ചുമതലാബോധത്തിന്റെയും പാഠങ്ങളും അവർ സ്വായത്തമാക്കി വരികയാണ്. കമ്മ്യൂണിറ്റി എന്നുള്ളൊരു റിക്വസ്റ്റ് ആയിരുന്നു, പെൺകുട്ടികൾക്കും കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നവോദയയ്ക്ക് പെൺകുട്ടികളെയും സൈനിക് സ്കൂളിലേക്ക് ആൺകുട്ടികളെയും ട്രെയിൻ ചെയ്യുക എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ പ്രപ്പോസൽ കൊടുത്ത്. കഴിഞ്ഞ വർഷം 180 മണിക്കൂറായിരുന്നു. ഈ വർഷം അത് 300 മണിക്കൂറിലേക്ക് കൂട്ടി. അതിനകത്ത് ഗവൺമെൻറ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ST ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സൈനിക് സ്കൂളിലെ അലംനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ ഇതേപോലെ വളരെയധികം പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ അലംനിക്ക് ഒരുമിച്ച് വരുവാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഇതുപോലെ നല്ല എഡ്യൂക്കേഷനിൽ വളരെയധികം പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. ഊരുകളിൽ നിന്നും കുട്ടികളെ വാഹനങ്ങളിൽ പരിശീലനം ക്രമീകരിച്ചിട്ടുള്ള അഹാഡ്സിലെത്തിക്കും. പഠനോപകരണങ്ങൾ, ഭക്ഷണം എന്നിവ ക്യാമ്പിൽ തന്നെ ഒരുക്കും. വൈകുന്നേരങ്ങളിൽ അവരെ തിരികെ വീട്ടിൽ കൊണ്ടുചെന്നാക്കും. കുട്ടികളിലൂടെ ഒരു സാമൂഹ്യ മാറ്റം ഉന്നം വയ്ക്കുന്നതിനാൽ രക്ഷിതാക്കൾക്ക് കൂടി ഉത്തരവാദിത്വം പകർത്തു നൽകുന്നു. പരിശീലകരായി എത്തുന്നവർ കുട്ടികളെ വീടുകളിലെത്തി സന്ദർശിക്കും. ജീവിത സാഹചര്യവും കുടുംബ പശ്ചാത്തലവും മനസ്സിലാക്കി ഓരോരുത്തരുടെയും പിന്നോക്കാവസ്ഥയുടെ കാരണം കണ്ടെത്തിയുള്ള പരിഹാര മാർഗങ്ങൾ. 100 പേർ അടങ്ങുന്ന ടീമിൽ 74 പേരുടെ വീടുകളിൽ സംഘാടകർ ഇതിനകം സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു. പരിശീലന പുരോഗതി വിലയിരുത്തുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൃത്യമായ ഇടവേളകളിൽ അഹാഡ്സിൽ രക്ഷിതാക്കളും യോഗം ചേരും. ஒரு சொசைட்டி அடுத்த கட்டத்துக்கு போகிறதுக்கான ஒரு காரணம் ப்ரைமரி எஜுகேஷன் தான். ஸோ அந்த ப்ரைமரி எஜுகேஷனை ஃபோக்கஸ் பண்ணி இங்கே எல்லா கிட்ஸும் இப்படி ட்ரெயின் பண்ணுறத உண்மையான ஃப்யூச்சர் ஆஃப் இந்தியா, இந்த ஃப்யூச்சர் ஆஃப் இந்தியா அப்படின்னு சொல்கிறாங்கல்ல, ஃப்யூச்சர் ஆஃப் இந்தியா இங்கே தான் உருவாகிட்டுருக்கு. ஸோ இவங்க படிக்கிறத, இவங்க பேசுகிறது, இவங்க எழுதுறது இதில் தான் இந்தியா உருவாகிட்டுருக்கு. இந்த ப்ராஜெக்டில் நானும் என்னுடைய ஒரு சின்ன പാർട്ടാ അടിക്കടി വന്ന് സ്റ്റുഡൻസ് കൂടെ ഇന്ററാക്ട് പண்றது എനിക്ക് ரொம்ப സന്തോഷമാ ഇരിക്ക. എറണാകുളം സ്വദേശി ബാബു മാത്യുവും ഭാര്യ ലിറ്റിയുമാണ് പോയ വർഷത്തേതുപോലെ പരിശീലനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. മറ്റ് 6 പേർക്ക് പുറമെ സൈനിക സ്കൂളിൽ നിന്നും ബാബു മാത്യുവിനൊപ്പം പഠിച്ചിറങ്ങിയ മറ്റ് നിരവധി പേർ ഇടയ്ക്ക് തങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കാനെത്തും. രാജഗിരി കോളേജിൽ അധ്യാപകനായിരുന്ന അന്തരിച്ച ഷൈൻ പി ബേബിയുടെ ഓർമ്മകൾ മങ്ങാതിരിക്കാനാണ് പദ്ധതിക്ക് പ്രൊജക്ട് ഷൈൻ എന്ന സഹപാഠികൾ പേരിട്ടത്. കണക്കൊക്കെ ഈസി ആയിട്ടുണ്ട്. മലയാളം മാത്സ് മലയാളം ഈസി ആയിട്ടുണ്ട്. പ്രൊജക്ട് ഷൈൻ നൽകുന്നത് ഒരുപാട് സന്ദേശങ്ങളാണ്. അറിവും സഹായവും പിന്തുണയും അത് ഏറ്റവും അർഹിക്കുന്നവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനം. പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഒരു ജനതയെ മുഴുവൻ കൈപിടിച്ചുയർത്താനുള്ള ഈ ശ്രമം അനുകരണീയമാണ്. അത് അട്ടപ്പാടിയിൽ ഒരു മാറ്റത്തിന് തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി വേണ്ടത് സർക്കാരിന്റെ കൂടുതൽ സഹായവും സമൂഹത്തിന്റെ ഒന്നാകെയുള്ള പിന്തുണയുമാണ്. മനോജ് പുതുപ്പാടിക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.